ഹലോ എവരിവൻ, കുറേ നാളത്തായിട്ട് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ, ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നതൊക്കെ ചെറിയ ചെറിയ വ്ളോഗുകളായിട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ന്യൂസിലാൻഡ് ട്രിപ്പിൻ്റെ വ്ളോഗ് 1 ആണ് കേട്ടോ. ബിക്കോസ് ഇത് വലിയൊരു വ്ളോഗായിരിക്കും, അതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോയിൽ തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പല പല പാർട്ടുകളായിട്ട് ഇടാം. അതിപ്പോൾ പാർട്ട് 1. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒരുക്കി കെട്ടി പാതിരാത്രി ആയിരുന്നു ഫ്ലൈറ്റ്, ഒരു 12 മണിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 9 മണി ആണെന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എനിക്ക് എപ്പോഴും ഈ പ്രശ്നം ഇട്ടുള്ള ചെറുപ്പം തൊട്ട് കൂഞ്ഞ് കിടക്കുന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എനിക്കൊരു കൂഞ്ഞ്. ആരെങ്കിലും പറഞ്ഞാലേ ഞാനിങ്ങനെ ഷോൾഡർ നിർത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ലഞ്ച് അങ്ങോട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ്, അവിടെ ഫ്ലൈറ്റിൽ ഒരുവിധം ഞാൻ പോണ ഫ്ലൈറ്റിൽ ഈ ഫ്രീ ഫുഡ് കിട്ടുന്നത് എല്ലാം ഇങ്ങനത്തെ റൈസും അതിൻ്റെ സാധനങ്ങളൊക്കെ ആയിരിക്കും, റൈസും ചിക്കനും. ഇപ്പം നമ്മളോട് ചോദിക്കും നോൺ വേണോ വെജ് വേണോ നോൺ വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ വെജ് നോൺ പറയും ആസ് യൂഷ്വൽ. എന്നിട്ട് അതിൽ റൈസ് ചിക്കന് പിന്നെ പായസമൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് പോകണോണ്ടായിരിക്കും ഇന്ത്യൻ സംഭവമായിട്ട്. പിന്നെ ഇവർ ഈ ഡയറ്റൊക്കെ നല്ലതായി നോക്കാനായിരിക്കും ചിക്ക് പീസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പീനട്ട് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പായിരുന്നു. വിശന്ന് എന്താ പറയുക, ഭയങ്കരോണം വിശന്നായിരുന്നു. നമ്മളൊരു ഉച്ചയ്ക്ക് 1 മണിക്ക് അങ്ങോട്ട് ലഞ്ച് കഴിച്ചപ്പോൾ ഇപ്പോൾ സമയം ഫ്ലൈറ്റ് കയറി പിന്നെ കുറേ നേരം ഒരു 1:30 ആയിട്ട് അവർ പ്രീ ഓർഡർ ചെയ്തവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടാണ് ബാക്കിയുള്ളവർക്ക് ഫുഡ് തരത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കൊടുക്കുമ്പോൾ അങ്ങോട്ട് ഒരുമിച്ച് കൊടുക്കുമ്പോൾ പ്രീ ഓർഡർ ഉള്ളവർക്ക് കൊടുത്താൽ പോലും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ കഴിച്ച് കുറച്ച് ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറി. മലേഷ്യൻ എയർലൈൻസ് കയറിയിട്ട് നമ്മൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ് കേട്ടോ, അതായത് ഓക്ലാൻഡ്. ഇത് വലിയ ഫ്ലൈറ്റാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് ഓക്ലാൻഡിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഡനഡിൻ വരെ പോകണം. അപ്പോൾ അങ്ങനത്തെ വലിയൊരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ഓക്ലാൻഡ് എത്തിയപ്പോൾ റോഷാപ്പി ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. നമുക്കൊരു 8 hours ഓഫ് വെയിറ്റ് ഉണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചിരുന്നു. പക്ഷേ അവിടെ പോയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു എനിക്ക് കേട്ടോ. ഫസ്റ്റായിട്ട് അവിടെ പോകുമ്പോൾ ഭയങ്കര തണുപ്പെന്ന് പറയുമ്പോൾ അവിടുത്തെ രാത്രി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 ഡിഗ്രിയോ അത്രയും കൂടെ ആയിരുന്നു. അപ്പോൾ മേ ബി അവിടെ താമസിച്ച ശീലമായിരിക്കും, സീൻ ഉണ്ടാവില്ല. പക്ഷേ എനിക്കന്ന് ഭയങ്കര സീനായിരുന്നു ഇറങ്ങിയ ദിവസം. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടായില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റായിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്ലാൻഡിൽ നിന്ന് ഞങ്ങൾ ഡനഡിനിലോട്ടുള്ള ഫ്ലൈറ്റ് കയറി. ഡനഡിനല്ല, ക്രൈസ്റ്റ് ചർച്ചിലോട്ടുള്ള ഫ്ലൈറ്റ് കയറി. ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേട്ട് ഒന്നും വിചാരിക്കേണ്ട, എൻ്റെ പട്ടിക്കുട്ടി വീരു അവിടുന്ന് സൗണ്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡൊന്നും ഉണ്ടായപ്പോൾ നമ്മൾ ഓക്ലാൻഡ് ടു ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഫ്ലൈറ്റാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ലോക്കൽ ന്യൂസിലാൻഡ് എയറോ ജെറ്റ് എയറോ അങ്ങനെ ഏതൊരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടി ഞങ്ങൾക്ക് ഒരു $10. ഞങ്ങൾ ലോങ് ഫ്ലൈറ്റ് ആയത്, കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കും നമുക്കൊരു ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ഈ മഞ്ഞുമലയൊക്കെ കാണേണ്ട എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ കണ്ണിൽ കാണുന്നത് എനിക്ക് വീഡിയോ ആക്കി കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ദൂരെ നല്ല മഞ്ഞുമലയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു, പക്ഷെ അതൊന്നും ഇതിൽ കാണുന്നില്ല. പിന്നെ ഫ്ലൈറ്റിൽ ഇരുന്ന് വലഞ്ഞായിരുന്നു. എത്ര നേരം എന്ന് വെച്ചിട്ടാണെന്നറിയോ, അതായത് ഒരു 24 to 26 hours അങ്ങോട്ട് നമ്മൾ ഫുള്ള് ജേർണിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നൈസായിട്ട് ക്രൈസ്റ്റ് ചർച്ച് എത്തിയപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടോ. ഒരു സ്ഥലത്തും പുല്ലിങ്ങനെ നമ്മുടെ നാട്ടിൽ പോലെ കാടൊന്നും പിടിച്ചെടുക്കണില്ല, എല്ലായിടത്തും നൈസായിട്ട് ഇങ്ങനെ പരന്ന ഇത്. പിന്നെ നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ള ഒരു എയർപോർട്ടായിട്ട് ഇങ്ങനെ ഇന്നോവേറ്റീവായിട്ട് കുറേ സാധനങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളങ്ങനെ പിന്നെ അവിടെയും കുറേ നേരം വെയിറ്റ് ഉണ്ടായിരുന്നു. ക്രൈസ്റ്റ് ചർച്ച് ടു ഡനഡിൻ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്ന സ്ഥലം. അപ്പോൾ അവിടെ എനിക്ക് വീണ്ടും ലോക്കൽ ഫ്ലൈറ്റിന് എനിക്ക് തോന്നുന്നു ഒരു 5-6 മണിക്കൂറിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ കണ്ടൊരു വ്യൂ ആട്ടോ. അവിടെയും നിറയെ മഞ്ഞുമലയായിരുന്നു. അതായത് ഇവിടെ മഞ്ഞൊക്കെ പോയി തുടങ്ങിയ സീസൺ ആയിരുന്നു. എന്നാലും ചെറിയ ദൂരെയുള്ള മൗണ്ട് കുക്ക് അങ്ങനത്തെ ചില സ്ഥലങ്ങൾ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. അങ്ങനത്തെ ചില മലകളിൽ മാത്രം മഞ്ഞുകളുണ്ട്. അങ്ങനെ ആ മഞ്ഞുമലയുടെ കുറിഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഫൈനലി ഡനഡിനിലെത്തിയിട്ട് ചേച്ചിയുടെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാട്ടോ നമ്മൾ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവൾക്കൊരു പട്ടിക്കുട്ടിയൊക്കെ ഇട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും രാത്രി ഇങ്ങനെ വെറുതെ ഇരിക്കില്ലേ, അന്ന് വന്നിട്ടേ ഉള്ളൂ, എന്നാലും രാത്രി വെറുതെ ഇരിക്കില്ല, ഒരു വ്യൂ പോയിന്റ് കാട്ടാമെന്ന് പറഞ്ഞിട്ട് ഡനഡിൻ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിലോട്ട് ഞങ്ങളെ കൊണ്ടുപോയി. നൈസാന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ തണുത്തിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി തണുപ്പായിരുന്നു. അവിടെ തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇല്ല, അപ്പോൾ ഒരു 8-7 അതൊക്കെ ഉള്ളൂ. പക്ഷേ ഭയങ്കര കാറ്റാണ്. ഈവൻ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കാറ്റായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ദിവനാണ് നമ്മുടെ കൊക്കോ ഒരു പട്ടിക്കുട്ടിയാണ്, ഷിറ്റ്സു. അതൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മളൊരു ചിയേഴ്സൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി.